ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഇറാനും യുഎസും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തകിടം മറിഞ്ഞു. കഴിഞ്ഞ ദിവസം യുഎസ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെയാണ് കരാറിനരികിലെത്തിയ സമാധാനം വീണ്ടും പ്രതിസന്ധിയിലായത്. യുഎസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. പതിവ് പോലെ യുഎസ് വെള്ളക്കൊടി ഉയർത്തി. ഖത്തറിൽ സമാധാന ചർച്ചകൾ തുടരുമെന്നും യുഎസ് പ്രഖ്യാപിച്ചു. യോഗത്തിനായി യുഎസ് പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇങ്ങനെയൊരു യോഗത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇറാൻ യുദ്ധം യുഎസിന് വലിയ തിരിച്ചടിയാക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. സൈനിക ബലത്തിന്റെ അഹങ്കാരവുമായി ഇറാനോട് കൊമ്പുകോർത്ത യുഎസ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. സൈനിക ശക്തിയോ സ്വാധീനമോ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ല. നിരന്തരമായ ആക്രമണം ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുമെന്നും ആ രാജ്യം തങ്ങളുടെ സാമന്ത രാജ്യമായി മാറുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെറ്റിദ്ധരിച്ചു. എന്നാൽ യുഎസിന്റെ തന്ത്രങ്ങൾ പിഴച്ചു. യുഎസിന്റെ പദ്ധതി എന്തായിരുന്നു? ആഭ്യന്തര കലാപമോ രാഷ്ട്രീയ കീഴടങ്ങളോ ഉണ്ടാകുന്നതുവരെ ഇറാനുമേൽ സമ്മർദ്ദം നടത്തുക. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പകരം സൈനിക മികവ് മാത്രം രാഷ്ട്രീയ വിജയം ഉറപ്പാക്കില്ല എന്നതിന് മറ്റൊരു ഉദാഹരണമായി ഈ യുദ്ധവും മാറുന്നു. വലിയ തോതിൽ സൈനിക ശക്തി പ്രയോഗിച്ചിട്ടും യുഎസ് കൂടുതൽ ശക്തമാകുന്നതിന് പകരം ദുർബലമായെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിയറ്റ്നാം യുദ്ധം പോലെ തന്നെ ഈ സംഘർഷവും യുഎസിന്റെ ആഗോള സ്വാധീനത്തിനും വിശ്വാസ്യതയ്ക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു വലിയ തന്ത്രപരമായ തിരിച്ചടിയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രധാന നിരീക്ഷണം. ഒരു ചൊല്ലുണ്ട്, എല്ലാ യുദ്ധങ്ങളും ഒരു പദ്ധതിയോടെയാണ് ആരംഭിക്കുന്നത്, എന്നാൽ മിക്ക യുദ്ധങ്ങളും അവസാനിക്കുന്നത് വിശദീകരണങ്ങളോടെയാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. യുഎസിന്റെ കൈവശം ഇപ്പോൾ പദ്ധതികളേക്കാൾ വിശദീകരണങ്ങളാണ് കൂടുതലുള്ളത്. ആദ്യ പദ്ധതി വളരെ ലളിതമായിരുന്നു: ഇറാനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുക. ഒടുവിൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കുമെന്നാണ് യുഎസ് കണക്കുകൂട്ടിയത്. ഒന്നെങ്കിൽ ഇറാൻ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ കലാപം നടത്തി അധികാരം അട്ടിമറിക്കും, ഇല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം കീഴടങ്ങി യുഎസ് ആവശ്യങ്ങൾ അംഗീകരിക്കും. എന്നാൽ രണ്ടും സംഭവിച്ചില്ല. അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും ഒരു വലിയ സത്യം മനസ്സിലായി: ബോംബാക്രമണങ്ങൾ മാത്രം നടത്തി രാഷ്ട്രീയ വിജയം നേടാനാകില്ല. നേരത്തെ യുഎസ് വിയറ്റ്നാം യുദ്ധത്തിലും ഈ പാഠം പഠിച്ചു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും അതേ പാഠമാണ് നേരിടുന്നത്. വിയറ്റ്നാം യുദ്ധവുമായി ഈ യുദ്ധത്തെ താരതമ്യം ചെയ്യുന്നത് അതിശയോക്തിയായി തോന്നാം. വിയറ്റ്നാം യുദ്ധം 19 വർഷത്തിലേറെ നീണ്ടുനിന്നു. ഈ യുദ്ധം ഏതാനും മാസങ്ങൾ മാത്രമാണ് നീണ്ടത്. വിയറ്റ്നാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തിലെ മരണസംഖ്യ അതിനേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് കണക്കുകൾ മാത്രം നോക്കിയാൽ ഈ രണ്ട് യുദ്ധങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല. എന്നാൽ യുദ്ധങ്ങളുടെ വിജയം അളക്കുന്നത് മരണസംഖ്യ കൊണ്ടല്ല, അതിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ ഫലങ്ങളാണ് യഥാർത്ഥ മാനദണ്ഡം. അവിടെയാണ് വാഷിംഗ്ടണിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന യാഥാർത്ഥ്യം തെളിയുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയും സ്റ്റെൽത്ത് ബോംബറുകളും കൃത്യതയേറിയ ആയുധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോൾ യുഎസ് എന്നാണ് വിലയിരുത്തൽ. യുദ്ധത്തിന് ശേഷം ഇറാന് ലഭിച്ച നേട്ടങ്ങളും ശ്രദ്ധേയമാണ്. മുമ്പ് മരവിപ്പിച്ചിരുന്ന ഏകദേശം $12 ബില്യൺ ആസ്തികൾ ഇറാന് വിട്ടു നൽകി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ചില ഉപരോധങ്ങളും പിൻവലിച്ചു. ഇതോടെ എണ്ണ വിൽപ്പനയിലൂടെ കൂടുതൽ വരുമാനം നേടാൻ ഇറാന് കഴിയും. അതോടൊപ്പം രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി $100 ബില്യൺ സാമ്പത്തിക പിന്തുണ ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം മറ്റൊന്നാണ്: ആഗോള വ്യാപാരത്തിൽ നിർണായകമായ കടൽപാതകളിലൂടെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന് ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നിരീക്ഷകർ പറയുന്നത് ആധുനിക ചരിത്രത്തിൽ ആക്രമണം നേരിട്ടതിന് പിന്നാലെ സാമ്പത്തിക നേട്ടങ്ങളും രാഷ്ട്രീയ ഇളവുകളും ലഭിച്ച അപൂർവ രാജ്യങ്ങളിലൊന്നായി ഇറാൻ മാറിയെന്നാണ്.